നമ്മൾ പരാതി കൊടുക്കുന്നത് ഈ ഇലക്ഷൻ ശേഷമാണ്. അല്ല, ഇലക്ഷന് ശേഷമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. അതെ. അപ്പം 2-5 പരാതി കൊടുക്കുന്നു. അതിന് ഫയൽ വന്നു. ഫയൽ നമ്പർ എന്ന് പറയുന്നത് D2 137/2026. ആ ഫയലിന് ശേഷം 6-5 തന്നെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്ന് ഇവിടത്തേക്ക് ഈ ഡയറക്ടറേറ്റിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. ഞാൻ ഇപ്പോഴും ആ ഓഫീസിൽ നിന്ന് വരിക. ഇനി അവിടെ ചോദിച്ചപ്പം പറഞ്ഞത് ഇതുവരെ അവിടെ അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു, വിളിയൊക്കെ നടന്നപ്പോൾ ഞങ്ങളിത് വളരെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് നാളെ മറ്റന്നാളോ അത് അയക്കാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ പോവാം, ഏതെല്ലാം DD-യിലാണെന്ന് ഞങ്ങൾ പോവാം, നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നേ, നിങ്ങൾ എന്നാ കൊടുത്തേ അത് പറ. അവസാനം കൊടുത്തിട്ടില്ല, ഇതിവിടെ പൂഴ്ത്തിയിരിക്കുക. അല്ല, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ഇവർ പൂഴ്ത്തി വെച്ചു. അതിൻ്റെ കാരണം ഈ ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇതിന് പങ്കുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇപ്പോൾ റിട്ടയർ ചെയ്യുക. അപ്പോൾ പണിയാവും. അപ്പോൾ അദ്ദേഹത്തിന് റിട്ടയർ ചെയ്തതിന് ശേഷമേ റിപ്പോർട്ട് വരൂ. അപ്പോൾ ഈ 31 റിട്ടയർ ആവും. അപ്പോൾ ഈ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളൊക്കെ ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയ പോലെ നേരത്തെ കൊടുത്തു കാണും. അത് ഇപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വിടത്തില്ല. എന്തായാലും ശരി, നിയമത്തിൻ്റെ വഴിക്ക് പോകും. അതിനകത്ത് യാതൊരു കാരണം ഈ ശ്രീനാരായണ പ്രസാദ് SM കോളേജുകളെ മുഴുവൻ നശിപ്പിച്ച് നാമാശേഷമാക്കി ഇപ്പോൾ ഈ കടുംപെട്ടെന്ന് പറയുന്ന വെട്ടൂടെ വെട്ടി. ഈ കടുംപെട്ട് മാത്രമേ ഞങ്ങൾക്ക് സാരമില്ല, ഇത് മൂടൂടെ അർത്ഥം. കോഴ മേടിച്ചത് 1,10,00,000. അതായത് കോഴയുടെ കാര്യം, കായംകുളത്തുനിന്ന് ഒരു പെൺകുട്ടി സുവോളജിക്ക് വേക്കൻസി വരാൻ പോകുന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിന് മുമ്പേ ഇവരെ അന്വേഷിക്കാൻ ചെന്നപ്പം പറഞ്ഞു 1,15,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് ഇപ്പോൾ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ ആണ് ചേർത്തലേ. അവിടെ ഈ ഗസ്റ്റ് ലെക്ചറിൽ പോസ്റ്റ് ചെന്നപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഈ റിസർച്ച് സ്കോളറാണ്, എനിക്കൊന്ന് റിസർച്ച് ചെയ്ത് എൻ്റെ തീസിസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈ ക്വാളിഫിക്കേഷൻ. ഇതിനേക്കാൾ വളരെ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരു അതർ കമ്മ്യൂണിറ്റിക്കാണ് 1ാം റാങ്ക്, ഇതിന് 6ാം റാങ്ക്. അദ്ദേഹം എന്താ പറയുന്നത്, ഈഴവർക്കൊന്നും കിട്ടുന്നില്ലെന്ന്. ഈഴവ സമുദായത്തിൽപ്പെട്ട ഹയർ റാങ്കുള്ള, ഹയർ എഡ്യൂക്കേഷനുള്ള, ഉന്നത വിദ്യാഭ്യാസം എല്ലാ യോഗ്യതയുള്ള ആ കുട്ടിക്ക് 6ാം റാങ്കും, മിനിമം വിദ്യാഭ്യാസ യോഗ്യതയുള്ള അതർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടിക്ക് 1ാം റാങ്ക്. എന്നിട്ട് അതിനെ നിയമിച്ചു. അതിനെ നിയമിക്കാൻ പോവുക. 1ാം റാങ്ക് ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം എടുക്കാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചേർത്തല SM കോളേജിൽ നടക്കുന്ന വെച്ചാണ് ഇൻ്റർവ്യൂ. SM ട്രസ്റ്റിൻ്റെ ഓഫീസ് അവിടെ കൊല്ലം. ഇവിടെ വെള്ളാപ്പള്ളിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വയ്ക്കുന്നത്. അവിടെ വെള്ളാപ്പള്ളിക്ക് യാത്രാക്ഷീണം കുറയ്ക്കാവുന്നതിന്